ഹായ് ഫ്രണ്ട്സ്, വിപൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് കേരള PSC മുൻവർഷം ചോദിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്? മണ്ണാർക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇടവപ്പാതി കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടി മഴ കാണപ്പെടുന്നത് ഏത് കാലത്തിൻ്റെ പ്രത്യേകതയാണ്? വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടി മഴ കാണപ്പെടുന്നത് ഏത് കാലത്തിൻ്റെ പ്രത്യേകതയാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 44. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. 3. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പുഴയിൽ എത്തിച്ചേരുന്നു? ഭവാനി. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കൊടുങ്ങരപ്പള്ളം പുഴ. തെലുങ്കാന സംസ്ഥാനം രൂപീകരിച്ച വർഷം. 2014 ജൂൺ 2. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശം അറിയപ്പെടുന്നത്? പീഠഭൂമികൾ. എന്താണ് പീഠഭൂമികൾ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ. ഹിമാലയ പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. യമുനയുടെ ഉത്ഭവം ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ഉത്തരാഖണ്ഡ്. ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതലം സിന്ധു-ഗംഗാ സമതലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് ഏതാണ്? ചെമ്മണ്ണ്. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോൺ ജോസഫ് മാർഫിയുടെ ജന്മദേശം അയർലൻഡ്. കേരളത്തിൽ ആദ്യമായി വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം ഏതാണ്? മുണ്ടക്കയം, കോട്ടയം. താഴ്ന്ന ഇടങ്ങളിൽ എക്കൽ നിക്ഷേപം ഏത് കൃഷിക്ക് അനുയോജ്യമാണ്? നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തീരപ്രദേശങ്ങളിൽ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് ഏത് കൃഷിക്ക് അനുയോജ്യമാണ്? തെങ്ങ് കൃഷി. സത്യത്തിനല്ല, സസ്യത്തിനാണ്. സസ്യത്തിന് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് നൽകുന്ന കൃഷിരീതി ഹൈഡ്രോപോണിക്സ്.
മുളയിലെ കമ്പുകളിൽ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി ചെയ്യുന്ന കൃഷിരീതി അറിയപ്പെടുന്നത്. മുളയിലെ കമ്പുകളിൽ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി ചെയ്യുന്ന കൃഷിരീതി അറിയപ്പെടുന്നത് എന്താണ്? വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. ഓരോ പ്രദേശത്തെ മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് എന്ത്? കൃത്യതാ കൃഷി. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ കൃഷി ചെയ്യുന്ന രീതി. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ കൃഷി ചെയ്യുന്ന രീതി ഹരിതഗൃഹ കൃഷി. സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം. സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം 1948 ഡിസംബർ 10. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ പൊതുവിദ്യാഭ്യാസ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ പൊതുവിദ്യാഭ്യാസ സംസ്ഥാനം കേരള. പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം. പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം 2009. സ്ത്രീ വിവേചനം ഉന്മൂലന നടപടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത്. സ്ത്രീ വിവേചന ഉന്മൂലന നടപടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1979. ഇന്ത്യയിൽ വായു നിയമം നിലവിൽ വന്ന വർഷം 1981. ഇന്ത്യയിൽ വായു നിയമം നിലവിൽ വന്ന വർഷം 1981. ഇന്ത്യയിലെ ജലനിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ ജലനിയമം നിലവിൽ വന്ന വർഷം 1974. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980. കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ. കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. സെൻറ്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. സെൻറ്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. സെൻറ്റ് ആഞ്ചലോസ് കോട്ടയും കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചതാരാണ്? സെൻറ്റ് ആഞ്ചലോസ് കോട്ടയും കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ. മലബാർ കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്ക് എതിരെ നടന്ന ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മലബാർ കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരയ്ക്കാർ. ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? കൊച്ചി, കൊല്ലം. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. ഹോർത്തൂസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഗവർണർ വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഗവർണർ വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ വൈദ്യർ. ഇട്ടി അച്യുതൻ വൈദ്യർ. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ലാന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡച്ചുകാർ. ലാന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. 1664. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ എന്നിവ ആരുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു? ആരുടെയാണ്? ഫ്രഞ്ചുകാരുടെയാണ്. കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും.
പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്നത് 1757. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റു. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.